കാസർഗോഡ് ഉദുമ പള്ളം റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തി. 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയുടെ മൃതദേഹമാണ് ലഭിച്ചത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂർ MC റോഡിൽ നിയന്ത്രണം വിട്ട കാർ ലോറിയിലിടിച്ച അപകടത്തിൽ കാറിലുണ്ടായിരുന്ന വൈദികന് പരിക്ക്. ചെങ്ങന്നൂരിൽ നിന്നും തടിയും കയറ്റി വന്ന തടി ലോറിയിൽ എതിർദിശയിൽ നിന്നും വന്ന കാർ നിയന്ത്രണം തെറ്റി ലോറിയിലിടിക്കുകയായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിലെ എറിയാട് വൈദ്യർ ജംഗ്ഷനിലെ ആളുമാറി യുവാക്കളെ ആക്രമിക്കുകയും വീട് അടിച്ചു തകർക്കുകയും ചെയ്ത കേസിൽ 2 പേർ പിടിയിലായത് ഫർസാൻ, അഭിജിത്ത് എന്നിവർ. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വഴിമുക്കിൽ യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. ബാലരാമപുരം സ്വദേശി റാഷിദിനെയാണ് നെയ്യാറ്റിൻകര പോലീസ് പിടികൂടിയത്. പ്രതിയെ പിടികൂടാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ SDPI പ്രവർത്തകർ തിരിഞ്ഞ് സംഘർഷത്തിനിടയാക്കി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. നെടുമങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSC വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് പ്രസിഡന്റ് T. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു.